ഗൈസ്, ഞങ്ങളങ്ങനെ ഒരു നാടകം ചെയ്യാൻ പോവുകയാണ്. ഇവിടെ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗാന്ധാരി, എന്റെ ധൃതരാഷ്ട്ര, ഹായ്, ഇതെന്റെ തോഴി, ഇതാണ് വിതുരർ. വാസുദേവ, വാസുദേവ, എന്താ പറയാനുള്ളത്? ഡയലോഗ് പഠിച്ചോ? ഇല്ല മാതി, അവിടെ നിന്ന് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. മറക്കാൻ പാടില്ല അങ്ങനെ, കാരണം മറന്നു പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കുളവും. എനിക്കൊരു വലിയ നീണ്ടൊരു മോണലോഗാണുള്ളത്, അതെല്ലാം ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. പേനെടുക്കോ? എതിനെടുക്കോ? എതിനുണ്ടോ? നിങ്ങളിങ്ങനെ പേടിപ്പിക്കണ്ടേ? എടുക്കണ്ട, വേണ്ട. ഈ സൈഡിൽ വെച്ചാലോ? വേണ്ട. നിങ്ങൾ ജീവിക്കുന്നുണ്ട് സ്വർണ്ണമാണോ? ഈ സ്കിറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. റിഹേഴ്സലുകളൊന്നും അധികം നടത്തിയിട്ടേ ഇല്ല. ഞങ്ങൾ ഇന്നലെ ഒരു തവണയാണ് റിഹേഴ്സൽ ചെയ്തത്. കാരണം ഇവിടെ ഗോകുലാഷ്ടമി കാരണം പ്രൊസഷൻ, ഡാൻസ്, പിന്നെ ചെണ്ട, അങ്ങനെ ഓരോരോ കാര്യത്തിന് എല്ലാവരും നടക്കുന്നുണ്ട്. സ്കിറ്റിന് പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. ആക്ച്വലി ഞങ്ങൾക്ക് സ്കിറ്റിൻ്റെ ഫാൻസിലോട്ട് കിട്ടുമെന്ന് പോലും അറിയില്ലായിരുന്നു. ഞങ്ങളുടെ കൂടെ മത്സരിക്കുന്ന 28 ടീംസ്, മൊത്തത്തിൽ 28 ടീംസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞങ്ങളും 9 പേര് സെലക്ട് ആയി. അതിൽ 9 10 എത്ര പേര് സെലക്ട് ആയി? ഞങ്ങളുടെ നമ്പർ 9. പക്ഷേ ഇത് കഴിഞ്ഞ് ഇതിലുള്ള അഭിനവും വൃത്തിക്കും ചെണ്ടയ്ക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളിത് കോർഡിനേറ്റേഴ്സിനോട് അടകിൽ സംസാരിച്ച് നേരത്തെ ആക്കണമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഗൈസ് ചെങ്കോൽ ഉണ്ടാക്കാൻ സഹായിച്ച മഹത്തായ എൻ്റെ ജൂനിയേഴ്സ്. ഹലോ ഹലോ, എന്താണ് പണിയെടുക്കുക? ഹായ് ഗൈസ്. ഹായ് വിതുരോ. എന്താ പറയാനുള്ള ഇപ്പോ ഞങ്ങളെല്ലാം കണ്ടിട്ട്? സാമ്പാർ, ഓക്കെ. Yeah, your look mesmerizing, and I hope you will. താങ്ക് യു. Mesmerizing, you bitch. എനിക്കൊന്നും പറയാനില്ല. ഞങ്ങള് ഡയലോഗ് മറക്കാതെ എല്ലാം കറക്റ്റായിട്ട് ചെയ്യും. ഹായ്, ഞങ്ങളുടെ ആണ് ആദ്യത്തേത്. ടെൻഷൻ ഉണ്ടോന്ന് ചോദിച്ചാൽ കള്ളം പറയുന്നില്ല, ചെറുതായിട്ട് നല്ല രീതിയിൽ ടെൻഷനുണ്ട്. പക്ഷെ സെറ്റാക്കാം. ഗൈസ്, സ്കിറ്റ് കഴിഞ്ഞു. എന്താ ചെയ്തതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ? ഞങ്ങൾ ആരും ഡയലോഗ് തിരിച്ചില്ല, ഞങ്ങളെല്ലാം സെറ്റാക്കി. പക്ഷെ മ്യൂസിക് പ്ലേ ആയില്ല. അതൊരു പ്രശ്നം പറ്റി. സാരില്ല, ഞങ്ങളാരും ഡയലോഗ് തെറ്റിച്ചില്ല, അതിലാണ് കാര്യം. എൻ്റെ ഗാന്ധാരിയുടെ സമയം. പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നുന്നു. പക്ഷെ മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റാഞ്ഞോണ്ട് ചെറുതായിട്ട് ഒന്ന് പാളിപ്പോയി. കാരണം എൻ്റെ ഐഫോണായിരുന്നു, അതും എൻ്റെ ഫ്രണ്ട് അവളുടെ കയ്യിൽ മ്യൂസിക് കൊടുത്തിപ്പിച്ച് അതും ഐഫോണായിരുന്നു. അപ്പോൾ രണ്ടും കൂടി എന്തോ കേബിൾ എന്തോ കണക്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എന്തോ അവർ പറഞ്ഞു. അതുകൊണ്ട് മ്യൂസിക് പ്ലേ ആയില്ല. പക്ഷെ അതല്ലാതെ ബാക്കി ഞങ്ങളെല്ലാവരും ഒരു ഡയലോഗും തെറ്റിക്കാതെ പെർഫോം ചെയ്തു. അത് പെർഫോം ചെയ്തതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ ഇങ്ങനെ എടുക്കുക.
സ്ഥലം തപ്പി ഞങ്ങളിങ്ങനെ നടക്കുക. ശരിക്കും എനിക്കിതിപ്പോൾ മാറ്റാൻ തോന്നുന്നില്ല. എന്താണെന്നറിയത്തില്ല, എന്നാൽ എനിക്കിത് മാറ്റാൻ തോന്നുന്നില്ല. പക്ഷെ മാറ്റിയേ പറ്റത്തുള്ളൂ. കാരണം ഇതിട്ടിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും ഇങ്ങനെ നോക്കുക, എന്നിട്ട് ആരേത്. ശരി, കുറച്ചിങ്ങനെ സ്ത്രീകളെ പോലെ വരും, സ്ത്രീനെ പോലെ വരും. ബാക്ക് കൊള്ളത്തില്ല. ഞാൻ ഇപ്പോഴൊന്നും തോന്നില്ല. ഞങ്ങള് ഡെക്കറേഷന് പോവാ. എന്താ നന്ദിനി പറയാനുള്ളത്? എന്താ നന്ദിനി പറയാനുള്ളത്? ഇത് നല്ല അടിപൊളിയായിട്ട് പോയി. ഞങ്ങളൊരു ഡയലോഗ് ഒന്നും പറഞ്ഞില്ല, എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു. ആക്ച്വലി പ്രിലിംസിനേക്കാളും കുറച്ചുകൂടെ നല്ലോണം ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് സെറ്റായിട്ട് ചെയ്തു. ഒരു സാധനം മാത്രം കൊളവായി. ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ട് നമ്മുടെ മ്യൂസിക്കിന് നമ്മൾ ഐഫോണാണ് കൊടുത്തത്, അതിനകത്ത് ഓക്സ് കേബിൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മ്യൂസിക് കിട്ടിയില്ല. ബാക്കി നമ്മുടെ ഭാഗമൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു. അതെ, അത്രേ. ഇനി ഡ്രസ്സ് മാറി തിരിച്ചു പോകണം. എനിക്ക് ഡ്രസ്സ് മാറ്റണ്ട്. ഇതാണ് ഇവിടെ ഇല്ലല്ലോ. എവിടെയാണ് ഡ്രസ്സ്? എവിടെയാണ് ചേഞ്ച് ചെയ്യേണ്ട? റൂം എവിടെയാന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിങ്ങനെ തപ്പി തപ്പി നടക്കുക ഞാൻ. കിട്ടിയോ? ഞങ്ങളിപ്പോൾ MBA ബ്ലൂ ക്യൂബ് കൃഷ്ണന്റെ ഡ്രസ്സ് അന്വേഷിക്കുക. നിവേദ് അവിടെ നിൽക്കുന്നു. എന്തേവൻ? സമയമായി, ഈ വസ്ത്രം ഉപേക്ഷിക്കാൻ സമയമായി. ഗാന്ധാരി വിട്ട് പിരിയാൻ സമയമായി. നല്ല രസമുണ്ടായിരുന്നു ഈ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ. കുന്തിയായിട്ട് അഭിനയിച്ചപ്പോൾ എന്താ തോന്നിയേ? കുന്തിയായിട്ട് അഭിനയിച്ചപ്പം എന്തോ തോന്നാൻ നല്ലോണം ചെയ്തു. അത്രയുള്ളൂ. ഗാന്ധാരിയായിട്ട് അഭിനയിച്ച റോള് ഞാൻ സെറ്റായിട്ട് എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. അതെ അതെ. ബൈ. ഫൈനലി ഡ്രസ്സ് മാറ്റി. എന്താ സങ്കടം? ഇവന്റെ മീശയും താടി എല്ലാം പോയി. പക്ഷെ സാരമില്ല, ഈ എഫേർട്ടിനൊക്കെ എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കാണും അല്ലേ? അല്ലേടാ? അതെ അതെ, ഞങ്ങൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് നോർമൽ ഇതിലോട്ട് മാറ്റി, ഡ്രസ്സെല്ലാം മാറ്റി, സരസ്വതിയായിട്ട് മാറി, ഗാന്ധാരിയായിട്ട്. ബൈ.